ചടങ്ങാണിത്. എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. പല പരിപാടികളും നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നുണ്ടാകും, പല ഫംഗ്ഷനുകളും നടക്കുന്നുണ്ടാകും. വെറുതെ കിടന്നുറങ്ങുന്ന മക്കളുണ്ടാകും. മദ്രസയിലേക്ക് വരാതെ മദ്രസയുടെ പരിസരത്ത് തന്നെ വീടുകളിലുള്ള മക്കൾ ലീവാക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, മദ്രസകൾ അസ്തമിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ മക്കളെ ഒരു ലീവ് പോലും ആക്കാതെ ആ ഉമ്മ ഒരു ഫംഗ്ഷനിക്കും പോകാതെയായിരിക്കും മക്കളെ അയച്ചിട്ടുണ്ടാവുക. ഈ ആദരവ് ഉമ്മാക്ക് കൂടിയാണ് എന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. ആ ഉപ്പാനെയും ഉമ്മാനെയും കൂടിയാണ് ഈ ബഹുമാനപ്പെട്ട സദസ്സിൽ വെച്ച് ആദരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. കാരണം ഒരു വർഷം മക്കളെ അയക്കുക എന്നുള്ളത് വളരെ റിസ്ക്കുള്ള കാര്യമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മൾ എന്ത് സംസാരിക്കുകയാണെങ്കിലും ഏത് നിലയിൽ നിൽക്കുകയാണ് എങ്കിലും എന്തെങ്കിലും ഫംഗ്ഷൻ നമ്മുടെ കുടുംബത്തിലോ മറ്റോ ഉണ്ടാകാം, അപ്പോൾ ഒക്കെ ലീവായി പോകാം. അത് ഒന്നുമില്ലാതെ ഈ മക്കളെ മദ്രസയിലേക്ക് അയച്ച ഉമ്മയെയും ഉപ്പയെയും ആ കുഞ്ഞിനെയും പ്രത്യേകം ഈ ഹഫ്ലെ മീലാദ് ഫെസ്റ്റിന്റെ വേദി ആദരിക്കുന്നു. സാദരം അവരൊക്കെ ക്ഷണിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അടുത്തതായി മഹമ്മൂദ് കുഞ്ഞുതിരുത്തി. മഹമ്മൂദ് കുഞ്ഞുതിരുത്തി Mahmoud Kunyutirthi on behalf of their Dr. Mahima. Mahmoud Kunyutirthi ഇല്ലെങ്കിൽ ആരെങ്കിലും ബ്രദേഴ്സ്, കസിൻ ബ്രദേഴ്സ്. അടുത്തതായി സാദിഖ് കുഞ്ഞുതിരുത്തി. സാദിഖ് കുഞ്ഞുതിരുത്തി. സാദിഖ് കുഞ്ഞുതിരുത്തി. അടുത്തതായി മുജീബ് തിരുത്തി. മുജീബ് തിരുത്തി. മുജീബ് തിരുത്തിയുടെ മക്കളെ അഹമ്മദ് ആംദാൻ, മുഹമ്മദ് ഷമാസ് എന്നീ രണ്ടുപേരും 100% മാർക്ക് ഹാജർ കരസ്ഥമാക്കിയിട്ടുണ്ട്. അതൊരു അഭിമാന ക്രെഡിറ്റ് തന്നെയാണ്. അവാർഡ് ദാനത്തിന് വേണ്ടി നമ്മളെ ഖത്തീബ് ഉസ്താദിനെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അടുത്തതായി അബ്ദുള്ള തുരുത്തി on behalf of his son Afnan. Abdullah Tirthi. Abdullah Tirthi ഷാൽ അണിയിക്കുന്നതിന് വേണ്ടി ഖത്തീബ് ഉസ്താദിനെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അടുത്തതായി ഹാരിസ് ദുമുങ്കാൽ. ഹാരിസ് ദുമുങ്കാൽ on behalf of their കിഡ്സ് റസാന, ഫാത്തിമ, മുഹമ്മദ് സിയാദ്. ശ്രദ്ധിക്കുക, ഈ 3 കുട്ടികളുടെയും ഹാജർ നില 100%. 100% ഹാജർ 3 കുട്ടികൾക്കും നേടിക്കൊടുത്ത ആ ഒരു ഫാദർ തികച്ചും അഭിമാനമാണ് നമ്മുടെ മദ്രസയ്ക്കും നമ്മുടെ നാടിനും. ആരിസ് ദുമുങ്കാൽ. ആരിസ് ദുമുങ്കാൽ. ആരിസ് ദുമുങ്കാൽ ഇല്ലെങ്കിൽ ബഷീർ ദുമുങ്കാൽ കരസ്ഥമാക്കുക. ഷാൾ അണിയിക്കുന്നതിന് വേണ്ടി ഖത്തീബ് ഉസ്താദിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അടുത്തതായി ബഷീർ ദുമുങ്കാൽ on behalf of ഡോക്ടർ സാറ സൽമ. ബഷീർ ദുമുങ്കാൽ. മാഷാ അല്ലാഹ്, ജ്യേഷ്ഠാനിയമ്മയുടെ മക്കൾ 4 മക്കൾ 100% ഹാജർ കരസ്ഥമാക്കി. മാഷാ അല്ലാഹ്. അല്ലാഹു അക്ബർ. അടുത്തതായി മുനീർ കൗവൽ on behalf of his daughter Aishat Marwa. മുനീർ കൗവൽ ഷാൾ അണിയിക്കുന്നതിന് വേണ്ടി ഖത്തീബ് ഉസ്താദിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അല്ലാഹു അക്ബർ. അടുത്തതായി സാജു തലക്കണ്ടം on behalf of മൊയ്തീൻ ഷഹസാദ്. സാജു തലക്കണ്ടം on behalf of മൊയ്തീൻ ഷഹസാദ്. തലക്കണ്ടത്തിൽ നിന്നും ഡെയിലി നമ്മുടെ മദ്രസയിൽ വരാൻ കുറച്ച് ദൂരം കൂടിയുണ്ട്. അതും കൂടി പരിഗണിക്കുമ്പോൾ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്, അഭിനന്ദനാർഹമാണ്. ഷാൾ അണിയിക്കുന്നതിന് വേണ്ടി ഖത്തീബ് ഉസ്താദിനെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ. അടുത്തതായി ഫാത്തിമ നദ, ഡോക്ടർ ഓഫ് ഹനീഫ തിരുത്തി. ഷുഫാസ്, തൽഹത്ത്, മുനീർ കുഞ്ഞാറം, അഷ്റഫ്, മുഹമ്മദ് കുഞ്ഞി, മുനവ്വർ ഇതുവരെയും മലയാള പ്രസംഗത്തിനുള്ള ഇവരൊക്കെ മലയാള പ്രസംഗത്തിനുള്ള മത്സരികളാണ്. ഗ്രീൻ റൂമിൽ എത്തിച്ചേർന്നിട്ടില്ല. എത്രയും വേഗം അവർക്കുള്ള കോഡ് ലെറ്റർ സ്വീകരിക്കേണ്ടതാണ്.
നമ്മുടെ വേദിയിൽ ഇനി പ്രസംഗ മത്സരമാണ് അരങ്ങേറാൻ പോകുന്നത്. ഇനിയും ഈ പറഞ്ഞ ഷാളണിക്കലും മറ്റ് സമ്മാനദാനത്തിലും പെൻഡിംഗ് ഉള്ളവർ സ്റ്റേജിന് പുറത്ത് വന്ന്